ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് അടിപൊളി ഫ്രൈഡ് ചിക്കൻ ആണ്. അതും വീട്ടിൽ തന്നെ കടയിൽ നിന്നും വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ ഉണ്ടാക്കാനായിട്ട് പറ്റും. എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുന്ന ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ നമുക്ക് അടിപൊളിയായിട്ട് ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് തന്നെ കണ്ടോക്കാം. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ഒരു ബെല്ലൈക്കണും കാണും, അതിലും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് ഫ്രൈഡ് ചിക്കൻ റെഡിയാക്കുന്നതെന്ന് നമുക്ക് കാണാം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളതൊരു 500 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. സ്കിന്നോട് കൂടിയിട്ടുള്ള ചിക്കൻ ആണെങ്കിൽ അതാണ് നല്ലത്. ഞാനിവിടെ സ്കിന്ന് റിമൂവ് ചെയ്തിട്ടുള്ള ചിക്കൻ എടുത്തിട്ടുള്ളത്. ഈ ചിക്കൻ ഇനി 6 or 8 hours എങ്കിലും ഇനി ഉണ്ടാക്കുന്ന മിക്സിയിലൊന്ന് മുക്കി വെക്കണം. അതിനുവേണ്ടി ജിഞ്ചർ ഗാർലിക് ഒനിയൻ പേസ്റ്റ് റെഡിയാക്കണം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു 6 പീസ് വെളുത്തുള്ളി, 2 ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു പകുതി സവാള, 2 സ്പൂണ് തൈര് ഇവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഒരു പേസ്റ്റ് രൂപത്തിലൊന്ന് അടിച്ചെടുക്കണം. സാധാരണ ഫ്രൈഡ് ചിക്കനിൽ ഒനിയൻ പൗഡറും ഗാർലിക് പൗഡറും ഒക്കെയാണ് ചേർത്ത് കൊടുക്കുക. എല്ലാവരുടെ കയ്യിലും ഈ പൗഡേഴ്സ് ഉണ്ടാവില്ലല്ലോ, അതാണ് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അടിച്ച് കിട്ടിയാൽ മതി. അപ്പോൾ ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു 1.5 ടീസ്പൂണ് ജിഞ്ചർ ഗാർലിക് ഒനിയൻ പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി, ഒരു 3/4 ടീസ്പൂണ് മുളക് പൊടി, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 3/4 ടീസ്പൂണ് സാൾട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 കപ്പ് പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് 1/4 കപ്പിൻ്റെ അളവാണ്, അതുകൊണ്ടാണ് ഞാൻ 2 കപ്പ് പാൽ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു മിക്സിലാണ് നമ്മൾ ചിക്കന് 6 or 7 മണിക്കൂർ മുക്കി വെക്കേണ്ടത്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഒരു മിക്സിലേക്ക് നമുക്ക് ചിക്കന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു മിക്സ് ചിക്കൻ്റെ എല്ലായിടത്തേക്കും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് വെക്കാം. ഒരു 6 hours എങ്കിലും മാക്സിമം വെക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് ഫ്രൈഡ് ചിക്കൻ കിട്ടുന്നുണ്ടെങ്കിൽ ഇത്രയും സമയമെങ്കിലും വെക്കണം. ഇത്രയും സമയം മുക്കി വെക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു മസാല ചിക്കനിലേക്ക് എല്ലായിടത്തും നന്നായിട്ട് തന്നെ പിടിക്കും. അപ്പോൾ ഈ ചിക്കൻ നന്നായിട്ട് മിക്സിൽ മുക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു 6 മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിലേക്കൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഒരു 6 മണിക്കൂർ ഈ മിക്സിയിൽ നന്നായിട്ട് മാരിനേറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ചിക്കൻ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റും ആയിട്ടുണ്ട്. ഈ ഒരു ചിക്കനിലേക്ക് ഈ ഒരു മിക്സ് നന്നായിട്ട് പിടിച്ചിട്ടുമുണ്ട്. ഫ്രൈഡ് ചിക്കന് രാവിലെയാണ് റെഡിയാക്കുന്നതെങ്കിൽ ഈ ഒരു മിക്സിൽ ചിക്കന് ഓവർനൈറ്റെങ്കിലും മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതല്ല വൈകിട്ടാണ് ചെയ്യുന്നതെങ്കിൽ രാവിലെ ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ. ഈ ഒരു മിക്സിൽ നിന്നും ചിക്കന് വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ചിക്കൻ ജസ്റ്റ് ഒന്ന് കുടഞ്ഞിട്ട് മാറ്റി കൊടുത്താൽ മതിയാവും. അപ്പോൾ ചിക്കൻ മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേറൊരു കോട്ടിങ് കൂടെയും റെഡിയാക്കി എടുക്കണം. അപ്പോൾ ചിക്കൻ വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. പിന്നെ ഒരു 3 ടീസ്പൂണ് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്കൊരു മുട്ട ഉടച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂണ് സാൾട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചിക്കൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചിക്കൻ്റെ കോട്ടിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ഡ്രൈ മിക്സും കൂടി ഉണ്ടാക്കി വെക്കണം. അതിന് വേണ്ടി ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 1.5 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്കൊരു പിഞ്ച് ഓഫ് സാൾട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചതായാലും കോട്ടിങ്ങിനായാലും ഇതിലായാലും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രൈ ചെയ്തെടുത്ത് കഴിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ഉപ്പുണ്ടാവും. അപ്പം നോക്കിയിട്ട് ആവശ്യത്തിന് മാത്രം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 ടീസ്പൂണ് മുളക് പൊടിയാണ്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ചിക്കൻ എടുക്കുന്ന അളവനുസരിച്ചിട്ട് നമ്മൾ ഇൻഗ്രീഡിയൻസും കൂട്ടിയിട്ട് കൊടുക്കണം. ഞാനിവിടെ 500 ഗ്രാം ചിക്കൻ എടുത്തിട്ടുള്ളൂ. അതിനനുസരിച്ചിട്ടാണ് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഡ്രൈ ആയിട്ടുള്ള മിക്സും റെഡി ആയിട്ടുണ്ട്. ഇനി നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ചിക്കൻ ജസ്റ്റ് ഒന്ന് കുടഞ്ഞിട്ട് ഈ മൈദ മിക്സിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ചിക്കൻ ഒന്ന് കോട്ട് ചെയ്യുന്ന രീതിയിൽ ഈ ഡ്രൈ മിക്സ് ചിക്കൻ്റെ മുകളിലേക്കായിട്ടൊന്ന് ഇട്ട് കൊടുക്കുക.
ഇനി ചിക്കൻ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നന്നായി പ്രസ് ചെയ്തതിന് ശേഷം ഡാബ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ചിക്കൻ്റെ മുകളിലേക്ക് ഈ ഡ്രൈ മിക്സ് മുകളിലേക്കായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് എടുക്കാം. ചിക്കനിൽ വീണ്ടും നനവ് തോന്നുകയാണെങ്കിൽ വീണ്ടും നന്നായിട്ട് പ്രസ് ചെയ്തെടുക്കാം. ഇപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചിക്കൻ്റെ കോട്ടിങ്ങിലൊരു റിങ്കിൾസ് പോലെ കാണും. അതുപോലെ കിട്ടാനായിട്ട് ചിക്കൻ നന്നായിട്ട് ഡാബ് ചെയ്തിട്ട് കുടഞ്ഞു കൊടുക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ കണ്ടില്ലേ, ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ നമുക്ക് ചിക്കൻ കോട്ട് ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ കിട്ടണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു പെർഫെക്ഷന് ചിക്കനിൽ കിട്ടത്തില്ല. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ചിക്കനും കൂടി റെഡി ആക്കിയെടുക്കണം. നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണ ഒരു ഫസ്റ്റ് ട്രിപ്പിൽ എത്ര എണ്ണമാണോ ഫ്രൈ ചെയ്തെടുക്കണത് അത്രയും മാത്രം ഇങ്ങനെ കോട്ട് ചെയ്ത് വെക്കാൻ പാടുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ അത്രയും സമയം ഇരിക്കുന്നതുകൊണ്ട് തന്നെ ചിക്കനിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങിയിട്ട് ഈ ഒരു കോട്ടിങ്ങിൻ്റെ സ്ട്രക്ചർ മാറും. അതിന് വേണ്ടിയിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് മാത്രം നമ്മൾ കോട്ട് ചെയ്തിട്ട് നേരെ ഫ്രൈ ചെയ്യാം. അപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായിട്ട് കോട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. ആ ഒരു പെർഫെക്ഷനോട് കൂടി തന്നെ നന്നായിട്ട് പ്രസ് ചെയ്ത് ചിക്കൻ നന്നായിട്ട് കുടഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു സെക്ഷന് നന്നായിട്ട് കോട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി അടുപ്പത്തേക്കൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കിതൊന്ന് ഹീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഓരോ ചിക്കനായിട്ട് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലുള്ള സമയത്ത് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിലായിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയി വരുന്നുണ്ട്. ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് നന്നായിട്ട് ചിക്കൻ ഫ്രൈ ആയി കിട്ടും. പിന്നെ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്രയും സമയം മാരിനേറ്റ് ചെയ്ത് സോക്ക് ചെയ്തിട്ട് വെച്ചിരിക്കുകയാണ് ചിക്കന്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കുക്കായിട്ട് കിട്ടും. അപ്പോൾ ചിക്കൻ്റെ ഒരു ഭാഗം റെഡിയായി വന്ന് ഞാനപ്പോൾ അതൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ ഇടയ്ക്കിടയ്ക്കായിട്ടൊന്ന് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സെക്ഷൻ ഫ്രൈഡ് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിതൊന്ന് കോരി മാറ്റാം. അപ്പോൾ ഫ്രൈഡ് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ അടിപൊളി KFCയിലൊക്കെ കിട്ടുന്ന പോലത്തെ അടിപൊളി ഫ്രൈഡ് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഫുള്ളായിട്ട് തന്നെ കണ്ടു നോക്കണം എല്ലാവരും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുക. ഉടൻ തന്നെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടിൽ ദെൻ ടേക്ക് കെയർ.